ഷിയാക്കളാണ് ഈ ഉമ്മത്തിൽ ഇങ്ങനെ അള്ളാഹു അല്ലാത്തവർക്ക് അപ്പുറമായിട്ട് കൽപ്പിക്കുന്ന, അവരെ വിളിച്ച് തേടുന്ന, അവരൊക്കെ തേട്ടം കേൾക്കുമെന്ന്, സഹായിക്കുമെന്ന്, ഉത്തരം ചെയ്യുമെന്നുള്ള അനിസ്ലാമികമായ വിശ്വാസത്തെ ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവർ ഷിയാക്കളാണ്. ആ ഷിയാക്കളിൽ നിന്ന് അത് സൂഫികൾ ഏറ്റെടുത്തു. സൂഫികളിൽ നിന്ന് പിന്നീട് സമസ്തക്കാർ ഏറ്റെടുത്തു. അതാ സംഭവിച്ചത്. സമസ്ത ഏത് വിഭാഗമാകട്ടെ, എല്ലാ സമസ്തയും ഈ സമൂഹത്തിൽ ആദ്യമായി പഠിപ്പിക്കുന്നത് അല്ലാഹു അല്ലാത്തവർ തേടാൻ പഠിപ്പിക്കുക തന്നെയാണ്. സമസ്തയുടെ പ്രസക്തി എന്താ? എന്തിനാ സമസ്ത ഉണ്ടായത്? സമസ്ത ഉണ്ടായത് തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിക്കാൻ പഠിപ്പിക്കാനാ. അതല്ലാതെ തൗഹീദ് പഠിപ്പിക്കാൻ, റബ്ബിനെ പരിചയപ്പെടുത്താൻ, അവന്റെ നാമഗുണവിശേഷങ്ങളെ പരിചയപ്പെടുത്താനാണോ സമസ്ത രൂപീകരിച്ചത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് റബ്ബല്ലാത്തവരെ, ഗൗസുൽ ആലമിനെ, മുഹീദ്ദീൻ ശൈഖിനെ, അത്തരം ആളുകളെ വിളിക്കണമെന്ന് പഠിപ്പിക്കാൻ, അത് വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ തന്നെയാണ് സമസ്ത ഉണ്ടാക്കിയത്. നമ്മുടെ ആക്ഷേപമല്ല. സമസ്തയുടെ ഉസ്താദുമാർ തന്നെ ആ ആശയം തുറന്ന് പ്രഖ്യാപിക്കുന്ന പ്രസംഗം കൂടി നിങ്ങൾ കേൾക്കുക. കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഗൗസുൽ ആലമിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഗൗസുൽ ആലമിനെ യാ ഗൗസുൽ ആലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. കണ്ടോ, ഈ സമസ്ത എന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല ഗൗസുൽ ആലമിനെ വിളിക്കാൻ, അതിനെ വിളിക്കാൻ പറ്റുമെന്ന് പറയാൻ എന്ന് മാത്രമല്ല, യാ ഗൗസുൽ ആലം എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനാണത്രേ ആ പ്രസ്ഥാനം ഉണ്ടായത്. എങ്കിൽ പിന്നെ ആ പ്രസ്ഥാന ലേബലിൽ നമുക്ക് ഇത്തരം വേദികളെ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അമ്പിയാക്കൾ വന്നത് അത് പഠിപ്പിക്കാനായിരുന്നില്ല. ലോകത്ത് വന്ന ഒറ്റ പ്രവാചകനും എന്നെ വിളിച്ചോളൂ എന്നൊരു നബിയും പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് നബിമാരൊക്കെ പറഞ്ഞത് റഹ്മാനായ റബ്ബിനെ വിളിക്കണേ, റബ്ബിലേക്ക് ക്ഷണിക്കാനാ ഞാൻ വന്നത്. ഇത് പറയാനല്ലേ അമ്പിയാക്കൾ വന്നത്. വിശുദ്ധ ഖുർആനിൽ ഓരോ നബിമാരെ എണ്ണി എണ്ണി പഠിപ്പിച്ചപ്പോൾ, അവരൊക്കെ നിർവഹിച്ച ദൗത്യം പറഞ്ഞപ്പോൾ, ദഅവത്ത് പറഞ്ഞപ്പോൾ അവിടൊക്കെ പറഞ്ഞതെന്താ? അല്ലാഹുവിന്റെ റസൂലായ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലാഹു പറഞ്ഞല്ലോ, ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമി ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നൂഹ് അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ ഖൗമിലേക്ക് നാം നിയോഗിച്ചു. അദ്ദേഹം ചെന്ന് പറഞ്ഞ കാര്യം എന്താ? യാ ഖൗമി ഇബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, നിങ്ങൾ പടച്ച റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ആരാധ്യൻ നിങ്ങൾക്കില്ല, അവനല്ലാതെ ഇലാഹ് നിങ്ങൾക്കില്ല. ഇത് പറയാനാ ഒന്നാമത്തെ റസൂൽ നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. ഓരോ നബിമാരെയും കുറിച്ച് അല്ലാഹു തആല പറഞ്ഞുവല്ലോ, വഇലാ ആദിൻ അഖാഹും ഹൂദാ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദിനെ നാം നിയോഗിച്ചു. അദ്ദേഹം ചെന്ന് പറഞ്ഞതെന്താ? യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. വഇലാ സമൂദ അഖാഹും സ്വാലിഹാ, സമൂദുകാരിലേക്ക് അവരുടെ സഹോദരനായ സ്വാലിഹിനെ നാം നിയോഗിച്ചു. ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. വഇലാ മദിയന അഖാഹും ശുഐബാ ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. മദിയൻ എന്ന നാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ശുഐബ് അലൈഹിസ്സലാം, അദ്ദേഹം പറഞ്ഞത് യാ ഖൗമി ഇബ്ദുല്ലാഹ്, എന്റെ സമൂഹമേ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണേ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ആരാധ്യനില്ല. എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയും അതിന് നേരെ വിരുദ്ധമായ ആശയത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് നമ്മളെ കേട്ടത് ഈ പ്രസ്ഥാനം ഉണ്ടായത് തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിക്കാനാണ് എന്നാണ്, ഗൗസുൽ ആലമിനെ വിളിക്കാനാണ് എന്നാണ്. ഗൗസുൽ ആലം ഖുതുബുൽ അഖ്താബിന്റെ പേര് തന്നെയും ആ ശിർക്കൻ ആശയത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അൽ ഗൗസുൽ ആലം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സഹായി എന്നാണ്. സത്യവിശ്വാസിയെ സംബന്ധിച്ച് ഗൗസുൽ ആലം ആരാ? അള്ളയാണ്. സത്യവിശ്വാസികളെ സഹായി അള്ളയാണ്. അല്ലാഹു അല്ലാതെ മറ്റാരാ സഹായിക്കാനുള്ളത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല. അതല്ലേ വിശ്വാസിയുടെ വിശ്വാസം, അതല്ലേ ഖദാ ഖദറിലെ വിശ്വാസം. റഹ്മാനായ റബ്ബിന്റെ തീരുമാനങ്ങളാണ്, അവന്റെ വിധിയാണ്, അവന്റെ നിശ്ചയങ്ങളാണ്.
ഈ ലോകത്ത് നടക്കുന്നത് മുഴുവനും അതിനധീനമായി ആർക്കാ ചെയ്യാൻ കഴിയുക? ഏത് പ്രവാചകന്മാരും ഏത് മഹത്തുക്കളും ഏത് വിശ്വാസികളും അതിന് വിധേയമായി കൊണ്ട് മാത്രമല്ലേ പോകുന്നത്? നബി തങ്ങൾ പറഞ്ഞുവല്ലോ, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല. ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ റസൂലുമാരും പറഞ്ഞ വാക്കിൽ ഏറ്റവും അഫ്ളലായ വാക്ക്, ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല. അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. വഹ്ദഹു, അവനേകനാണ്. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല. റഹ്മാനായ റബ്ബ് ഏകനാണ്. അവൻ മാത്രമാണ് ഇലാഹായിട്ടുള്ളവൻ. ആരാധിക്കപ്പെടാൻ, പ്രാർത്ഥിക്കപ്പെടാൻ, നേർച്ച വഴിപാടുകൾ സമർപ്പിക്കപ്പെടാൻ, സഹായമർത്ഥിക്കപ്പെടാൻ, പ്രതീക്ഷ അർപ്പിക്കപ്പെടാൻ, ഭയപ്പെടാൻ എല്ലാമുള്ള ഏക ഇലാഹ് അല്ലാഹു തആല മാത്രമാണ്. ലാ ശരീക ല, അവന് യാതൊരു പങ്കുകാരുമില്ല. എത്രയെത്ര പ്രാർത്ഥനകളാണ് എല്ലാ ദിവസവും നമ്മളൊക്കെ പ്രഖ്യാപിക്കുന്നത്. വഹ്ദഹു ലാ ശരീക ല, അല്ലാഹ് ഏകനാണ്, അവന് പങ്കുകാരില്ല. ഷഹാദത്തിന്റെ ഭാഗമായി ആ ഷഹാദത്ത് കലിമയുടെ കൂടെ ചേർത്തി പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല, അല്ലാഹു തആലയല്ലാതെ ആരാധനയില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ല, അവന് പങ്കുകാരായി ആരും തന്നെ ഇല്ല. ഇതല്ലേ ഒരു മുസ്ലിമിന്റെ വിശ്വാസം? ജീവിതത്തിലെ ഏതു രംഗത്തും എനിക്കെന്റെ റബ്ബ് മതി എന്ന, ഹസ്ബിയല്ലാ, എനിക്കല്ല മതി എന്ന, ഹസ്ബുനല്ലാ, ഞങ്ങൾക്കല്ല മതി എന്ന, തവക്കൽതുലല്ലാ, എല്ലാം ഇലാ അല്ലാഹുവിനെ ഏൽപ്പിച്ചുവെന്ന, നിഅ്മൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലാഹയാണെന്ന ആ നിലപാടല്ലേ, ആ വിശ്വാസമല്ലേ ഇസ്ലാമിന്റെ അടിസ്ഥാനം. പക്ഷെ അതിൽ നിന്ന് മാറി ആളുകളെ റബ്ബല്ലാത്തതിലേക്ക് വിളിക്കാൻ ഒരു പ്രസ്ഥാനമുണ്ടായി എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, എത്രമാത്രം അപകടമാണത്. ഗൗസുൽ ആലമെ വിളിക്കുന്ന ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ഈ പ്രസ്ഥാനമുണ്ടായത് എന്ന് അതിന്റെ ആളുകൾ തന്നെ പ്രഖ്യാപിക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഉസ്താദുമാരെ, മുതഅല്ലിമുമാരെ, ഈ അറിവിനെ അവർ സംഘടിപ്പിക്കുന്ന ബഹുമാന്യനായ സഖാഫി അടക്കമുള്ള ആളുകളോട് ഗുണകാംക്ഷയോടെ പറയട്ടെ, ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കണേ. ഒരുപക്ഷേ അതുകൊണ്ട് ഒരുപാട് ഭൗതികമായ ലാഭങ്ങൾ ഉണ്ടായേക്കാം, ഒരുപാട് സ്ഥാനമാനങ്ങൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ എല്ലാം ഉണ്ടായേക്കാം. എന്നാലും ഒന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ഒന്ന് ആലോചിക്കണേ. അള്ളാഹുവിന്റെ അംബിയാഇന്റെ ദഅവത്ത് അള്ളാഹുവിലേക്കാണ് എങ്കിൽ നിങ്ങളൊക്കെ നിർവഹിക്കുന്ന ദഅവത്ത് അള്ളാഹുവിലേക്കല്ല എന്ന് നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കുന്നുവല്ലോ. റബ്ബല്ലാത്തവരെ വിളിക്കാനാണ് പ്രസ്ഥാനമുണ്ടായത് എന്ന് പറയുമ്പോൾ, ആ വിളി പ്രോത്സാഹിപ്പിക്കുമ്പോൾ അത് പദ്യമായും ഗദ്യമായും പദ്യഗദ്യ സമ്മിശ്രമായും ഇത്തരം വേദികളിലൂടെ അർത്ഥമറിയാത്ത, എന്താ ചൊല്ലുന്നത് എന്നറിയാത്ത സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ കൊണ്ട് ചൊല്ലിപ്പിക്കുമ്പോൾ എത്രമാത്രം അപകടം പിടിച്ച പണിയാ ഞാൻ ഈ ചെയ്യുന്നത് എന്ന് ഒരിക്കലെങ്കിലും ആലോചിക്കണേ. സുഫ്വാൻ സഖാഫിയോട് അടക്കം എനിക്ക് ഗുണകാംക്ഷയോടെ സൂചിപ്പിക്കുന്നതാണ്. കേവലമായ വാശിക്കപ്പുറത്ത്, കേവലമായ തന്റെ ബിസിനസ് സാമ്രാജ്യം വികസിപ്പിക്കുക എന്നതിനപ്പുറത്ത് ഒന്ന് ആത്മാർത്ഥമായി എപ്പോഴെങ്കിലും ഒന്ന് ആലോചിക്കണേ. ഒന്ന് സ്വസ്ഥമായി കിട്ടുന്ന വല്ല സമയങ്ങളും ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ചെയ്തിയൊക്കെ യഥാർത്ഥത്തിൽ അംബിയാഇന്റെ വഴിയാണോ, ഔലിയാഇന്റെ വഴിയാണോ, അഹ്ലുസുന്നയുടെ മാർഗമാണോ, പരലോകത്തേക്ക് മുതൽക്കൂട്ടാകുമോ, എന്റെ സ്വർഗത്തിലേക്ക് എളുപ്പവഴിയായി മാറുമോ? അതല്ല. ഇന്ന് മരിച്ചാൽ അവിടെ മുതൽ ആരംഭിക്കുന്ന ബർസഖി ലോകത്ത് നഷ്ടമായി മാറുമോ എന്ന് എല്ലാവരും ആലോചിക്കണേ എന്നാ സൂചിപ്പിക്കാനുള്ളത്. വളണ്ടിയേഴ്സായി കൂടുന്ന നാട്ടുകാർ ധാരാളമുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അതിന് കൂടെ നിൽക്കുന്ന, സഹായികളായി നിൽക്കുന്ന ധാരാളം ആളുകൾ സ്വാഭാവികമാണ് ഉണ്ടാകും. പക്ഷേ അങ്ങനെ കൂടിയ ആരെങ്കിലുമൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഒന്ന് ആത്മാർത്ഥമായി ചിന്തിക്കുക. എന്തൊക്കെ ലാഭങ്ങളും എന്തൊക്കെ നേട്ടങ്ങളും അതുകൊണ്ട് താൽക്കാലികമായി ലഭിക്കുന്നുവെങ്കിലും അതിനപ്പുറത്ത് ഇത്രമേൽ അപകടം പിടിച്ച ഒരാശയത്തിന്റെ പിന്നാലെയാണല്ലോ, അതിന് കൂടാനാണല്ലോ, അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകാനാണല്ലോ ഞങ്ങളൊക്കെ ബാഡ്ജ് മണിഞ്ഞ് നിൽക്കുന്നത്. ഇതൊക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ തിരിച്ചടിക്കുമെന്ന ഒരാലോചന സഹോദരങ്ങളെ, സഹോദരിമാരെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടാകണേ എന്ന അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തു ന്യായം പറഞ്ഞാലും റബ്ബല്ലാത്തവരെ വിളിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല.
ഇലാഹാണെന്ന് വിശ്വാസമില്ല, കൊടുത്ത കഴിവില്ലെന്നാണ്, അതേപോലെ സ്വയം കഴിവുണ്ട് വിശ്വസിക്കുന്നില്ല എന്നൊക്കെ തൽക്കാലം ന്യായങ്ങൾ പറയാം. പക്ഷേ ആ ന്യായങ്ങളൊന്നും പടച്ച റബ്ബ് അനുവദിക്കുന്നില്ല. ഇലാഹാന്ന് വിശ്വസിച്ചാലേ ശിർക്കാവൂ എന്ന് ആരാ പഠിപ്പിച്ചത്? പ്രമാണങ്ങൾക്ക് പരിചയമുണ്ടോ? അങ്ങനെ വാദം എവിടെയുമില്ല. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചരിത്രം അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. നബി തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ ചോദിക്കുകയാണ്, കം ഇലാഹൻ തഅബുദ്, കം ഇലാഹൻ തഅബുദ്, എത്ര ആരാധ്യന്മാരെയാണ് നീ ആരാധിക്കുന്നത്, എത്ര ഇലാഹിനെയാണ് നീ ആരാധിക്കുന്നത്? അദ്ദേഹം അന്ന് കൊടുത്ത മറുപടി, എനിക്ക് 7 ഇലാഹുകളുണ്ട്, 7 ആരാധ്യന്മാരുണ്ട്. 6 ഭൂമിയിലാണ്, 1 ആകാശത്തിലാണ്. 1 ഇലാഹ ആകാശത്തും 6 ഇലാഹുകൾ ഭൂമിയിലുമായിക്കൊണ്ട് 7 ഇലാഹുകൾ എനിക്ക് മൊത്തത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, നിനക്ക് പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ, കട്ടപ്പാടുകൾ വന്നാൽ നീ ആരോടാ തേടുന്നത്? സബ്അത്തും ഫിൽ അർളി വ ഇലാഹും ഫിസ് സമാ, എനിക്ക് 7 ആരാധ്യന്മാരാണ്, അതില് 1 ആകാശത്താണ്, ബാക്കി ഭൂമിയിലാണെന്ന് പറയുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഫൈദാ അസ്വാബക ദുർറുൻ മൻ തദ്ഉ, എനിക്കൊരു ദുരിതം ബാധിച്ചാൽ, പ്രയാസം വന്നാൽ ഈ ആരാധ്യന്മാരിൽ ഏത് ഇലാഹിനോടാ നീ തേടുക? അദ്ദേഹം കൊടുത്ത മറുപടി എന്താ? അല്ലദീ ഫിസ് സമാ, ആകാശത്തുള്ള ഇലാഹിനോടാണ് ഞാൻ തേടുക. നബി തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഫൈദാ ഹലക്കൽ മാൽ മൻ തദ്ഉ, സാമ്പത്തികമായ നഷ്ടം വന്നാൽ നീ ആരോടാ തേടുക? അപ്പോഴും കൊടുത്ത മറുപടി അല്ലദീ ഫിസ് സമാ, ആകാശത്തുള്ളവനോടാണ്. ഖാല ഫയസ്തജീബു ലക വഹദ വതുശ്രികുഹും മഅഹു, എങ്കിൽ നിന്റെ എല്ലാ പ്രയാസങ്ങളിലും ആ റഹ്മാനായ റബ്ബ്, ആകാശത്തുള്ള ഇലാഹ് നിനക്ക് ഉത്തരമേകുന്നു. പക്ഷെ വതുശ്രികുഹും മഅഹു, ആ അള്ളാന്റെ കൂടെ നീ ഈ ഇലാഹുകളൊക്കെ പങ്കു ചേർക്കുകയും ചെയ്യുന്നു എന്ന നബി തങ്ങൾ ചോദിച്ചത് ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് സ്വീകാര്യയോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിച്ച ഹദീസാണ്. 7 ഇലാഹുകൾ സ്വീകരിച്ചു വന്ന മുശ്രിക്കായ മനുഷ്യനോട് നബി തങ്ങൾ നടത്തിയ ദഅവത്താണത്. നിനക്ക് ദുരിതം വന്നാൽ നീ ആരോടാ തേടുക? ഭൂമിയിലുള്ള ഇലാഹുകളോടാണോ അതല്ല ആകാശത്തുള്ള ഇലാഹിനോടാണോ? അദ്ദേഹത്തിന്റെ മറുപടി അല്ലദീ ഫിസ് സമാ, ആകാശത്തുള്ള ഇലാഹിനോടാണ് ഞാൻ തേടുക. രണ്ടാമത്തെ ചോദ്യം, സാമ്പത്തികമായ നഷ്ടങ്ങൾ വന്നാൽ ഭൂമിയിലെ ഇലാഹുമാരോടാണോ തേടുക അതല്ല ആകാശത്തെ ഇലാഹിനോടാണോ? അല്ലദീ ഫിസ് സമാ, ആകാശത്തുള്ള ഇലാഹിനോടാ തേടുക. നബി തങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചത് എന്താ? എന്റെ എല്ലാ പ്രശ്നങ്ങളും നീ ആ റബ്ബിനോട് തേടുന്നു, ആ റബ്ബ് ഉത്തരമേകുന്നു. എന്നിട്ട് ഈ പറയപ്പെട്ട ഇലാഹുകളെ വതുശ്രികുഹും മഅഹു, എന്നാൽ ഈ ഇലാഹുകളെയൊക്കെ നീ അള്ളാന്റെ കൂടെ ശരീക്കായി സ്വീകരിക്കുകയും ചെയ്യുന്നുവോ? ഇത് ന്യായമല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ എന്ന് പഠിപ്പിക്കുമ്പോൾ അത് ബോധ്യപ്പെട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ്. നമ്മളോ ഇലാഹാന്ന് വിശ്വസിക്കാനാ മതി എന്ന് ആരോ പറഞ്ഞ് പഠിപ്പിച്ചു നമ്മളെ. ആകാശത്തുള്ള ഇലാഹിനെ പറ്റി അവർ ഇലാഹ് എന്ന് പറഞ്ഞപ്പോൾ ഭൂമിയിൽ അവരുണ്ടാക്കി വെച്ച ചില പ്രതിഷ്ഠകളെ, ചില പ്രതിമകളെ, ചില പുണ്യപുരുഷന്മാരെയൊക്കെ ഇലാഹ് എന്ന് തന്നെയാണ് അവർ പരിചയപ്പെടുത്തിയത്. ഇലാഹാന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. അവയൊക്കെ ആകാശഭൂമികൾ സൃഷ്ടിച്ചവയാണ് എന്ന് അവർ വിശ്വസിച്ചുവോ? ഇല്ല. എന്നിട്ടും അതൊക്കെ ഇലാഹിന്റെ സ്ഥാനത്തായിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പരിചയപ്പെടുത്തി കൊടുത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് തേടാൻ നമ്മൾ റബ്ബ് മാത്രം മതി. എന്നാൽ ഈ പറയപ്പെട്ട സമസ്ത അതിന്റെ ഉസ്താദുമാർ സ്വാഭാവികമായും സമൂഹത്തെ പ്രേരിപ്പിക്കുക റബ്ബല്ലാത്ത വിളിക്കാൻ തന്നെയാണ്. വിളിച്ചാ ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കും. മാലപ്പാട്ടുകളിൽ ആ ആശയമാണ്, മൗലിദുകളിൽ ആ ആശയമാണ്, കുത്തുബിയത്തിൽ ആ ആശയമാണ്. അവർ സ്വീകരിച്ചതും അതേ ആശയമാണ്. അത് ഖുർആന്റെ ആശയമല്ല, അത് പ്രവാചകൻ പഠിപ്പിച്ച ആശയമല്ല, അത് അഹ്ലുസുന്ന സ്വീകരിച്ച ആശയമല്ല. അഹ്ലുസുന്നയുടെ നേതാക്കൾ ന്മാരെ വിളിക്കാൻ, മഖ്ലൂഖിനെ വിളിക്കാൻ അവരാരെങ്കിലും പഠിപ്പിച്ചുവോ? ഇല്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പഠിപ്പിച്ചുവോ? ഇമാം അബൂ ഹനീഫ പറഞ്ഞുവോ? ഇമാം അശ്അരി പറഞ്ഞുവോ? ഇല്ല. പിന്നെ പിൽക്കാലത്ത് അവരെ പേര് ചില പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ പാട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ബെയ്ത്തുണ്ട്, അവിടെ ഇങ്ങനെ കിതാബ് കണ്ട കഥയുണ്ട് എന്ന് പറഞ്ഞ് അവരൊക്കെ പേര് ചാർത്തുക എന്നല്ലാതെ അവരുടെ ഗ്രന്ഥങ്ങളിൽ
അവർ അഹ്ലുസുന്നയുടെ വിശ്വാസം പഠിപ്പിച്ചെടുത്തെവിടെയെങ്കിലും ഇന്ന ഘട്ടങ്ങളിലൊക്കെ മഹാന്മാരോട് തേടാം, ശൈഖുമാരെ വിളിക്കാം, അമ്പിയായിനെ വിളിക്കാം എന്നൊരാശയം അവരാരും പഠിപ്പിച്ചിട്ടേ ഇല്ല. അഹ്ലുസുന്നയുടെ വിശ്വാസം പഠിപ്പിക്കാനായി രചിക്കപ്പെട്ട നൂറുകണക്കായ കിതാബുകൾ ലഭ്യമാണ്. ആ കിതാബുകളിൽ ഏതെങ്കിലും ഒരു കിതാബിൽ റഹ്മാനായ റബ്ബിന്റെ മഹത്വം പറയുക എന്നല്ലാതെ റബ്ബിന്റെ പടപ്പുകളെ മഹത്വം പറഞ്ഞുകൊണ്ട് ആ പടപ്പിലേക്ക് പടപ്പുകൾ അടുപ്പിക്കുന്ന, പടപ്പുകളെ വിളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ വരി പോലും ആ കിതാബിൽ എവിടെയും കാണാൻ സാധ്യവുമല്ല. പക്ഷേ അതിനെ മുഴുവൻ അട്ടിമറിച്ച് ഇന്ന് ഉസ്താദുമാര് പഠിപ്പിക്കുന്നത് വിളിച്ചാൽ ഉത്തരം ചെയ്യും, എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യും. വല്ലാ നീലത്തീന്നും എന്നെ വേളിപ്പോർക്ക് വൈപൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ. ഏതു സ്ഥലത്ത് വിളിച്ചാലും ശരി, വിളിച്ചവന്റെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് ശൈഖ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാലകളിലുണ്ട്, മൗലീദിലുണ്ട്, കുത്തുബിയത്തിലുണ്ട്. ഈ പറയപ്പെടുന്ന മുസ്ലിയാക്കന്മാരൊക്കെയും ആ വിശ്വാസക്കാർ തന്നെയാണ്. അതിലേക്ക് നമ്മൾ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഒരു ബാക്കവി ഇങ്ങനെ വിളിക്കാവുന്ന ശൈഖുമാരെ പരിചയപ്പെടുത്തുമ്പോൾ അജ്മീർ ഖോജയെ വിളിച്ചാൽ ആ ഖോജ വിളിച്ചെടുത്ത് ഹാജരാകുമെന്ന് നേരെ പഠിപ്പിക്കുന്ന ആശയം നിങ്ങൾ ശ്രദ്ധിക്കുക. അജ്മീർ ഖാജ ചില്ലറക്കാരനല്ല. നിങ്ങൾ വിളിച്ചാൽ വിളിച്ചോടത്തേക്ക് വരും. അതാണ്, എല്ലാ മഹാന്മാരും വിളിച്ചോടത്തേക്ക് വരില്ല, അജ്മീർ ഖാജനെ വിളിച്ചോടത്തേക്ക് വരും. അജ്മീർ ഖാജന്റെ മകൻ ഭയങ്കര സ്ട്രോങ് ആണ്. മകനായിട്ട് കളിക്കാൻ പോണ്ട. മകനാരാ? ബാബ സൽവാർ. 70 കിലോമീറ്റർ അപ്പുറത്തുള്ള സൽവാറിലുള്ള ഫഖ്റുദ്ദീൻ. ആ മകൻ പെണ്ണ് വരെ കെട്ടിയിട്ടില്ല. പെണ്ണ് കെട്ടാൻ വേണ്ടി 23-ാമത്തെ വയസ്സിൽ ഖാജ പറഞ്ഞു, മോനെ കല്യാണം കഴിക്കണം. ബാപ്പ, ഞാൻ ഒരു പെണ്ണ് കാണാൻ പോലും സുന്നത്തല്ല. പെണ്ണിട്ടുമ്പോ പെണ്ണിനെ ഞാൻ നോക്കിയാ പെണ്ണ് മരിക്കുന്നു. അത്ര ജലാലത്തിന്റെ സിഫത്ത് കൊണ്ട് കൊലബത്തായ മഹാനാണ് ഖാജന്റെ മകൻ. പെണ്ണ് കാണാൻ പോയി, ബാപ്പാന്റെ നിർബന്ധത്തിന് പെണ്ണ് കാണാൻ പോയി. ഒരൊറ്റ പെണ്ണെ കണ്ടിട്ടുള്ളൂ. ആ പെണ്ണെ നോക്കി ഹറത്ത് മയ്യത്ത്, ആ പെണ്ണ് മരിച്ചു വീണു. കണ്ടോ, ഇതാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഖാജ മൊയ്‌ദീൻ ചിശ്തിയെ പറ്റി പറഞ്ഞെന്താ? എവിടുന്ന് വിളിച്ചോ അവിടെ ഹാജരാകുന്ന, വിളിച്ചോടത്ത് വരുന്ന, എവിടുന്ന് വിളിച്ചാലും ഖാജ അവിടെ വരുന്നത്. ഖാജ മരിച്ചു മറവിട്ട് അജ്മീറിൽ കിടക്കുന്നു. ആ ഖാജയെ എവിടുന്ന് വിളിച്ചാലും വിളിച്ചേടത്ത് ഹാജരാകുമത്രേ. നഊദുബില്ല. അങ്ങനെ ഉണ്ടോ ഒരാശയം? ഇസ്ലാമിനുണ്ടോ ആശയം? അങ്ങനെ വിളിച്ചാ വിളിച്ചോടത്ത് ഹാജരാകല്. ഖാജന്റെ മോനോ ബാപ്പാനേക്കാൾ വലിയ സ്ട്രോങ് ആണ്. പെണ്ണ് കാണാൻ പോയിട്ട് വരെ പെണ്ണ് മരിച്ചു എന്ന്. അള്ളാഹുവിന്റെ റസൂൽ പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്, ആ പെണ്ണ് മരിച്ചിട്ടില്ല. നബി തങ്ങളെ പഠിപ്പിച്ച സുന്നത്താണ്. സ്വഹാബിമാരൊക്കെ വിവാഹം കഴിച്ചവരാണ്. അവരൊക്കെ സ്ത്രീകളെ കാണാൻ പോയവരെ വിവാഹം കഴിക്കുമ്പോ കാണാതെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആളോട് നബി തങ്ങളെ പറഞ്ഞു, നീ പോയി കാണണം. അതേപോലെ വേണ്ട നബി, കാണേണ്ട ആവശ്യമില്ല, എനിക്ക് ഏതായാലും കുഴപ്പമില്ല. നബി തങ്ങൾ പറ്റൂല, നീ പോയി കാണണം. അൻസ്വാരി സ്ത്രീകളുടെ കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് പോയി കണ്ട് തൃപ്തിപ്പെട്ട് കിട്ടിയാൽ മതി, കെട്ടിക്കൊണ്ടുവന്നിട്ട് പിന്നെ പ്രശ്നമാക്കാൻ നിൽക്കേണ്ടെന്ന് അർത്ഥം. ആ സ്വഹാബിമാരൊക്കെ സ്ത്രീകളെ പോയി കണ്ടിട്ടാണ് അവർ കല്യാണം കഴിച്ചത്. അവരാരും കാണാൻ പോയപ്പോ പെണ്ണ് അതോടുകൂടി മരിച്ചു പോയിട്ടില്ല. ഇതെന്തിനാ ഈ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കണറിയോ? ഔലിയാക്കന്മാരെ കുറിച്ച് എന്തോ ഒരു ഭീതി ഉണ്ടാക്കാൻ. അടുക്കാൻ പറ്റൂല, അവർക്ക് കളിക്കാൻ പറ്റൂല, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ബേജാറാക്കി നിർത്തിയാൽ പിന്നെ ആ ബേജാറിന്റെ മറവിൽ എന്ത് ചൂഷണങ്ങളും നടക്കും. ഈ വക വയലേക്കുന്ന മനുഷ്യന്മാർ തീരുമാനിക്കേണ്ട, എന്നാ പിന്നെ ഓല വിളിക്കാതെ എവിടുന്ന് വിളിച്ചോ അവിടെ ഹാജരാകും, ഉത്തരം ചെയ്യും എന്ന് പറയുമ്പോ എന്നാ പിന്നെ ഏറ്റവും നല്ലത് അവരെ വിളിക്കലാണ് എന്നാണല്ലോ ഏത് സാധാരണക്കാരൻ ചിന്തിക്കുക. അങ്ങനെ വിളിക്കുന്നൊരു പ്രതീതി സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടുവന്നു ഷിയാക്കളാ തുടക്കക്കാർ. സ്വഹാബത്തിന് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾക്ക് ആർക്കും അത് പരിചയമില്ല. ഷിയാക്കളെ ഈ ഉമ്മത്തിൽ കൊണ്ടുവന്നു അത്തരം വിളികൾ. അവരാണ് യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ എന്ന അനിസ്ലാമികമായ വിളിയെ ഈ ഉമ്മത്തിലേക്ക് ആദ്യമായി പരിചയപ്പെടുത്തിയത് ഷിയാക്കളാണ്. അവർ ഇന്നും വിളിക്കും. ഷിയാക്കൾ ഇപ്പോഴും ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും അവർ തേടുക യാ അല്ലാ എന്നല്ല, യാ അലി എന്നാ വിളിക്കുക. അലിയെ വിളിച്ചാൽ അലി സഹായിക്കുമെന്നാണ് ഷിയാക്കളെ വിശ്വാസം. കാരണം അലിയിൽ ഇലാഹിയായ അംശമുണ്ട്, ദൈവികമായ അംശം അലിയിലുണ്ട്. അതുകൊണ്ട് ആ അലിക്ക് വിളി കേൾക്കാൻ കഴിയും, ഉത്തരം ചെയ്യാനാകും,
അതുകൊണ്ട് അലിയെ വിളിക്കാമെന്ന ഷിയാ വിശ്വാസം. അലി മാത്രമല്ല, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ ഈ 4 പേരെയും വിളിച്ചാൽ ഹാജരാകുമെന്ന വിശ്വാസം. ശേഷമുള്ള 12 ഇമാമിയങ്ങളിൽ ബാക്കിയുള്ളവരുണ്ട്. ഇസ്നാ അശ്രികൾ എന്ന് പറയുന്ന ഈ ഷിയാക്കളുടെ 12 ഇമാമുമാർ. ഈ 12 ഇമാമിയങ്ങളും മഅ്സൂമികളാണ്, പാപസുരക്ഷിതരാണ്. അവർ ലോകത്തിൽ നിന്ന് എവിടുന്ന് വിളിച്ചാലും അവിടെ ഹാജരാകുന്നവരാണ് എന്ന ഷിയാ വിശ്വാസം. അതേ വിശ്വാസമാണ് തസവൂഫിലുള്ളത്, അതാ ത്വരീഖത്തിലുള്ളത്. ഷിയായിസം തന്നെ കുപ്പായം മാറ്റി സമൂഹത്തിലേക്ക് ഇറങ്ങിയതാണ് തസവൂഫ്, ത്വരീഖത്ത് എന്നത്. ആ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ, അത് ഖാദിരിയ ത്വരീഖത്താവട്ടെ, റിഫാഇയ ത്വരീഖത്താവട്ടെ, നഖ്ശബന്ദിയ, സുഹ്റവർദിയ, ഐദ്റൂസിയ തുടങ്ങി ധാരാളം ത്വരീഖത്തുകളിൽ നിന്ന് ആ ത്വരീഖത്തുകളൊക്കെയും പഠിപ്പിക്കുന്ന അടിസ്ഥാന ആശയം അതിന്റെ ശൈഖന്മാരുടെ അപ്രമായിത്വമാണ്. ആ ശൈഖന്മാരൊക്കെ എവിടുന്ന് വിളിച്ചാലും ഹാജരാകും, എവിടെയും അവർ വരുമെന്നാണ്. ഖുർആൻ അറിയാത്ത, ഹദീസ് പഠിച്ചിട്ടില്ലാത്ത, അല്ലാഹുവിന്റെ ദീൻ ശരിയാവണ്ണം പഠിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത സാധുക്കളായ സാധാരണക്കാരായ ആളുകളെ ഇതുവഴി കബളിപ്പിച്ച് റബ്ബല്ലാത്തവരെ തേടുന്ന തനിച്ച ശിർക്ക് നിലപാടിലേക്ക് ഈ സാധാരണക്കാരെ കൊണ്ടെത്തിക്കുന്ന പണിയാണ് ഉസ്താദുമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.